2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തി. നാളെ അജിത് ഡോവലുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും വാങ് യി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ചൈന ബന്ധം പരസ്പര ബഹുമാനത്തോടെയും താൽപര്യങ്ങൾ സംരക്ഷിച്ചും മുന്നോട്ടു പോകണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോൺ സംഭാഷണം നടത്തി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. തീരുവ യുദ്ധത്തിൽ ഇന്ത്യ അമേരിക്ക ബന്ധം വഷളായ സാഹചര്യത്തിലാണ് ചൈനീസ് വിദേശകാര്യമന്ത്രിയുടെ ഇന്ത്യ സന്ദർശനം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കങ്ങളായി മാറരുതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നയതന്ത്രതല യോഗത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ വ്യക്തമാക്കി. നിലവിൽ മോശമായ ബന്ധം മെച്ചപ്പെടുത്താൻ ആത്മാർത്ഥവും ക്രിയാത്മകവുമായ സമീപനം ഇരുപക്ഷത്തു നിന്നും ആവശ്യമാണെന്നും ഇന്ത്യ അറിയിച്ചു. Our two nations now seek to move ahead. This requires a candid and constructive approach from both sides. അതിർത്തി പ്രശ്നത്തിൽ പ്രത്യേക പ്രതിനിധികളുടെ അടുത്തഘട്ട സംഭാഷണം നാളെ അജിത് ഡോവലുമായി നടക്കും. വൈകുന്നേരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വാങ് യി കൂടിക്കാഴ്ച നടത്തും. അതേസമയം ചൈനീസ് വിദേശകാര്യമന്ത്രിയുടെ ഇന്ത്യ സന്ദർശനത്തിൽ പ്രതിഷേധിച്ച് ടിബറ്റൻ വംശജർ രംഗത്തെത്തി. ഡൽഹിയിലെ ചൈനീസ് എംബസിക്ക് മുന്നിൽ പ്രതിഷേധിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ഇന്ത്യ സന്ദർശനത്തിന് ശേഷം വാങ് യി പാകിസ്ഥാനിലേക്ക് പോകുമെന്നും റിപ്പോർട്ടുകളുണ്ട്. അലാസ്ക ഉച്ചകോടിക്ക് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഫോണിൽ വിളിച്ചു. ട്രംപ് സെലൻസ്കി നിർണായക കൂടിക്കാഴ്ച നടക്കാനിരിക്കെയാണ് പുടിന്റെ നീക്കം. സംഘർഷത്തിന് സമാധാനപരമായ പരിഹാരമുണ്ടാകണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. പുടിന് എല്ലാ പിന്തുണയും മോദി വാഗ്ദാനം ചെയ്തു. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.